ദേവാ 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 താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ താതാനി സംഗീത മധുപകരൂ താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ താതാനി സംഗീത മധുപകരൂ എങ്ങനെ എടുക്കും ഞാൻ എങ്ങനെ ഒഴുക്കും ഞാൻ എങ്ങനെ എടുക്കും ഞാൻ എങ്ങനെ ഒഴുക്കും ഞാൻ എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ 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 താമരക്കുമ്പിളല്ലോ മമ ഹൃദയം കാനനശലഭത്തിൻ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ കാനനശലഭത്തിൻ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ നിത്യസുന്ദരമാമേ ഭൂലോകവാടിയിൽ ഉദ്യാനപാലകൻ നീയല്ലോ നിത്യസുന്ദരമാമേ ഭൂലോകവാടിയിൽ ഉദ്യാനപാലകൻ നീയല്ലോ ദേവാ 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 താമരക്കുമ്പിളല്ലോ മമ ഹൃദയം താതാനിൻ കൽപ്പനയാൽ പൂവനം തന്നിലൊരു പാതിരപ്പൂവായി വിരിഞ്ഞു ഞാൻ താതാനിൻ കൽപ്പനയാൽ പൂവനം തന്നിലൊരു പാതിരപ്പൂവായി വിരിഞ്ഞു ഞാൻ പൂമണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ പൂജയ്ക്കു നീ എന്നെ കൈക്കൊള്ളുമോ പൂമണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ പൂജയ്ക്കു നീ എന്നെ കൈക്കൊള്ളുമോ ദേവാ 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 താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ താതാനി സംഗീത മധുപകരൂ ഗുഡ് ഗുഡ് ഗുഡ്. ഹനക്കുട്ടി, ഓ എന്ത് രസമായിട്ടാ പാടിയേ. താങ്ക് യു ചേച്ചി. സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. എങ്ങനെ ഈ സംഗതികളൊക്കെ വരുന്ന ഇങ്ങനെ അത് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. അതിന് അറിയാൻ എനിക്ക് പാട്ടിനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹനയുടെ പാട്ട്. അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്. അത് ഇങ്ങനെ തൊണ്ടക്കകത്ത് ഇങ്ങനെ ചൊറിയുന്നാണല്ലോ. ഇങ്ങനെ ഒരു
ഫോഴ്സ് കൊടുക്കുമ്പോ അതിങ്ങനെ എങ്ങനെ ഫോഴ്സ് കൊടുക്കുന്നത്? എന്താ അവിടെ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? ഞാന് ഇങ്ങനെ നമ്മളിങ്ങനെ പാടത്തില്ലേ, അപ്പം പാടുമ്പം പാടി അങ്ങനെ ആയതാ. അതാണല്ലേ മോളെ ചുമ്മാ പറഞ്ഞതാ, ചുമ്മാ ചോദിക്കാ വെറുതെ. ഞാൻ ശരിക്കും ചോദിച്ചതാ, അത് സംഗതികളുടെ ഞാൻ ശരിക്കും ചോദിച്ചത്. എത്ര രസമായിട്ടാ പാടിയേ, സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു. ചോദിക്കാം നമുക്ക്. ആരോടാ ചോദിക്കണ്ടേ ആദ്യം? മഞ്ജരി മാം. ആനക്കുട്ടി. ആനക്കുട്ടിന്നാ? ആനക്കുട്ടിയല്ല, ആനക്കുട്ടി. ആനക്കുട്ടീന്ന് ഹനക്കുട്ടിന്നാ വിളിച്ച? അല്ല, ആനക്കുട്ടിന്നാ വിളിച്ചേ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അല്ല, കണ്ടാലും തോന്നും ആനക്കുട്ടി പോലെ അല്ലേ? ചക്കരെ അസലായിട്ട് പാടി. താങ്ക് യു മാം. ബ്യൂട്ടിഫുൾ. മോള് പണ്ട് പാടുമ്പോഴത്തേക്ക് ഇങ്ങനെ തുറക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ കൊറേയൊക്കെ ശരിയായി. താങ്ക് യു മാം. ഒരുപാട് ശരിയായി എന്ന് പറയണം അല്ലേ? അതിനു മേലെ വർക്ക് ചെയ്തോ കൊറേ? എങ്ങനെയാ പ്രാക്ടീസ് ചെയ്തത്? അകാരം നമുക്ക് രൂപേഷ് സാറും രജി മാമും നമുക്കിങ്ങനെ പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യണം, ആർക്കൊക്കെ എന്തൊക്കെ കുറവുണ്ടോ അതിനുള്ളത് വരുന്നുണ്ട്. അവരാണ് നിങ്ങളുടെ കുറവ് നികത്തുന്നവര്. മോൾ എങ്ങനെയാണ് അത് ശരിയാക്കിയത്? ഈ അകാരം പ്രാക്ടീസ് ചെയ്യാൻ എന്ത് എക്സസൈസാ ചെയ്തത്? ഇങ്ങനെ വെറുതെ പറഞ്ഞോണ്ടിരുന്നു അങ്ങനെ അല്ല, അത് ഫസ്റ്റ് പറഞ്ഞ സ്പൂൺ അകത്തോട്ടിട്ട് ഇങ്ങനെ ആക്കി അത് പറഞ്ഞു തന്നു രജി മാം. ശരത് സർ, സ്പൂൺ അകത്തോട്ടിട്ട് നാക്കം പറ, അത് പേടിയായതുകൊണ്ട് ഞാനത് ചെയ്തില്ല. പിന്നെ മോൾ എന്താ ചെയ്തത്? ഞാന് ഈ താരസ്ഥായി വർഷകള് ഞങ്ങക്ക് പാടാൻ പറഞ്ഞു. അപ്പൊ അത് ഞാൻ പാടി. അതിന്റെ അകാരം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ്, പിന്നെ ഇകാരം എല്ലാം. ഏതെങ്കിലും ഒരു എക്സസൈസ് ഒന്ന് മോളൊന്ന് പാടി കേൾപ്പിച്ചേ. ഇപ്പൊ എനിക്ക് പാടാൻ പേടിയാ. പേടിക്കണേ? കേക്കട്ടെ. എനിക്ക് ഞാൻ നോർമലി ചെയ്യാറ് ഈ താരസ്ഥായി ഒക്കെ കാട്ടിലും ഞാൻ ചെയ്യാറ് ആ ഈ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എത്ര നേരം? പിന്നെ ഈ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കും. ഇത് ഭയങ്കര ബോറടിക്കത്തില്ല മോളെ? മടുക്കുന്നത് വരെ ഒരു അകാരം പാടി കേൾപ്പിക്കാമോ? മധ്യസ്ഥായി വർഷങ്ങള് പാടാം. പാടിക്കോ. എന്ത് വേണേ പാടി. താരസ്ഥായിയെ പറ്റിയാ പറഞ്ഞോണ്ടിരുന്നത്. പെട്ടെന്ന് മധ്യത്തിലേക്ക് ഞാൻ നോക്കിയാ പാടാറ്. നോക്കി അത് അതിന്റെ മന്ത്രസ്ഥായിലേക്ക് പോകുന്നതിന് മുമ്പ് പാടിക്കും. നല്ലോണം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കുറച്ചുകൂടെ നമുക്ക് വാ തുറക്കാം. അത് മോൾക്ക് തുടക്കത്തിലുള്ളതിനേക്കാൾ എത്രയോ ഭേദമായി. അപ്പൊ നമുക്ക് അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് മാറി മാറി വരും. ഇതില് ചെറിയ ചെറിയ സ്ഥലങ്ങൾ, ഒന്ന് ഈ ദേവാ പാടുമ്പോഴും ആ അകാരം കുറച്ചുകൂടി ഒന്ന് കേട്ടാൽ ദേവാ അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഉള്ളത്. കുറച്ചൊക്കെ ശരിയാവുന്നുണ്ട്, പക്ഷെ ചില ആ പഴയ ഹാബിറ്റ് തിരിച്ചു വരുന്നുണ്ട്. അത് നമുക്ക് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കണം. ഓക്കെ, അതിപ്പോ ഞാൻ എല്ലാം കൂടി ഇരുന്ന് പാടിക്കുന്നില്ല മോളെ. ഇതൊരു ടഫ് സോങ് ആണ് അല്ലേ? ആരൊക്കെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്? ഇത് ലിറിക്സ് എഴുതിയത് ഭാസ്കരൻ മാഷാണ്. ഓക്കെ. പിന്നെ മ്യൂസിക് ചെയ്തത് MS ബാബുരാജ് സാർ. ഓക്കെ. പാടിയത് ജാനകിയമ്മയാണ്. ശേഷം കാഴ്ചയിൽ എന്ന് പറയുന്ന മൂവിയിലെയാ. ശേഷം കാഴ്ചയല്ലോ, അത് കുറെ അത് ബാലേന്ദ്ര മേനോൻ സാറിന്റെ പടമല്ലേ ശേഷം കാഴ്ച? സോറി, അന്വേഷിച്ചു കണ്ടിട്ടില്ല. സോറി. അപ്പൊ ഇതെങ്ങനെ വന്നു ഈ സിനിമ പേര്? അത് ഈ അന്വേഷിച്ചപ്പം കിട്ടിയതാണ്. അങ്ങനെ തേടിപ്പോയി കിട്ടിയ പാട്ടാ ഇത് അല്ലേ? ഇത് ആരുടെ സെലക്ഷനാ? എന്റെയാ സ്വന്തം സെലക്ഷൻ. അത് എന്തുകൊണ്ടാണ് ഈ പാട്ട് എടുക്കാനുള്ള റീസൺ? എന്തെങ്കിലും പ്രത്യേകം? എനിക്കിത് ഇഷ്ടമായോണ്ട് എടുത്തതാ. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തു. അത് നന്നായി പാടും ചെയ്തല്ലേ സാർ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മോൾ അസലായിട്ട് പാടി. അതില് ചില ഭാഗങ്ങൾ പാടുമ്പോഴത്തേക്ക് മോള് വേർഡ് കട്ടാവുന്നുണ്ട്. അതായത് എങ്ങനെ നിന്ന
അങ്ങനെ വരുന്നത്. അതൊരു ഫുൾ രീതി, അത് ആ ഒരു ലൈൻ അതുപോലെ വരണം. അത് ഇടയിൽ ബ്രേക്കായി പോകുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നു. മോളത് കണക്ട് ചെയ്ത് പാടാത്ത പോലെ. ഓക്കെ, അതുപോലെ എനിക്ക് ചില അനുപല്ലവിയിൽ പാടും കാനന ആ പോർഷന്, പിന്നെ വാസന്ത, അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് ഷാർപ്പാവുന്ന ഒരു സംഭവങ്ങളാണ് ഞാൻ എഴുതി വെച്ചത്. പിന്നെ ദേവാന്നുള്ളത് അസലായി പാടി അത് കുറച്ചുകൂടി പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാം. പ്രാക്ടീസ് ചെയ്യും തോറും അത് കൂടുതൽ കൂടുതൽ പെർഫെക്ഷനിലേക്ക് വരാൻ പറ്റും. ആ മോളെ ലാസ്റ്റിലുള്ള ദേവായില്ലേ, വെരി എൻഡ്, അതൊന്ന് പാടും. ദേവാ ദേവാ ദേവാ. ഇപ്പൊ കുറച്ചുകൂടി ഭേദമായിരുന്നു. ആ നേരത്തെ പാടിയപ്പോൾ ആ ആലാപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നത് കുഴപ്പമില്ല, അത് ഫിനിഷിങ് വരുമ്പോഴത്തേക്കും ഒന്നൊരു പതർച്ചയൊക്കെ വരുന്നുണ്ട്. അപ്പം മോൾ അന്ന് നല്ലോണം ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ശ്രുതിയാണ് കുറച്ചുകൂടി ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. ഓക്കെ, അല്ലാതെ ഇറ്റ് വാസ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്. നല്ല പാട്ട് സെലക്ഷൻ, ഈസി അല്ല ഈ പാട്ട് പാടാൻ, എന്നാലും മോള് നന്നായി പാടി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ചേച്ചി ശരത് സർ, മോളെ നല്ല പാട്ട്, താങ്ക് യു സർ. സൂപ്പർ പാട്ട്. ഓ അസാ, ഞാനിങ്ങനെ എന്താ പറയണ്ടേ, ജാനകിയമ്മ ഞാൻ അമ്മയെ കൊണ്ട് പാടിച്ച സമയത്തുമൊക്കെ അമ്മ കൂടുതൽ അമ്മയുടെ ഫേവറേറ്റായിട്ട് എനിക്ക് അമ്മയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ് ബാബുക്ക. അത്ര ഹൈ റിഗാർഡ്സ് ആണ് ബാബുക്ക എന്ന് പറയുമ്പോൾ ജാനകിയമ്മയ്ക്ക്. പിന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ള പാട്ടുകൾ എൻ്റെ അമ്മച്ചിയോ ഒരു നിവർത്തിയില്ല. ഒരു ഗായിക, കാര്യം ഇങ്ങനൊരു കമ്പോസറും ആ ഗായികയും ചേർന്നുള്ള ആ കോമ്പിനേഷൻ തന്നെ ഭീകരങ്ങളാണ്. എല്ലാ പാട്ടുകളും എടുത്തു നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ അല്ല, ഇത് കഴിഞ്ഞിട്ടും അതൊക്കെ സെർച്ച് ചെയ്യുക കേട്ടോ. ഹനെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ മോളെ ഇത് ഈ ഒരു അതാണ് ഒരു സൈക്കിൾ കേട്ടോ. അവരെ സൈക്കിള് മാറ്റിച്ചിട്ട് അവരെ ബൈക്കിൽ ഓടിക്കരുത്. അത് കംപ്ലീറ്റ് ആവണം. ആ ദേവാ പാടുമ്പോഴേ അതിൻ്റെ ഇടയിൽ എന്ന് വായിക്കുമ്പോൾ അതൊരു ഓടാണ് മോൾ. അത് താളത്തിനകത്താക്കിക്കൊള്ളുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. എന്താണ് പറഞ്ഞത്? മനസ്സിലായതേ ഇല്ല എനിക്ക്. ഒരു ചുക്കും മനസ്സിലായിട്ടില്ല ചക്കരിക്ക്. ഞാന് ആ താളത്തിലല്ല ഒത്തുപാടിയെന്നാണ് സാർ ഇൻഡയറക്ട്ലി എന്നോട് പറഞ്ഞത്. ഒരിക്കലുമല്ല സാർ, ഒന്നും ഇൻഡയറക്ട്ലി പറയാനില്ല. ഇൻഡയറക്ട്ലി എനിക്ക് അറിഞ്ഞൂടാ സാർ. എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ല. എവിടെ ഒന്നുകൂടെ പറഞ്ഞ താളം? ചിന്തത്തെയോ സാർ പാടി അപ്പൊ അതാണൊരു സൈക്കിൾ അല്ലേ? ഈ കാകളി നിറച്ചവൾ അത് ഫിനിഷ് ചെയ്യണ്ട എപ്പോഴും. അതിനെ ഇപ്പൊ ആദ്യം ഒഴുകി കൊണ്ട് കളയുന്നത് ഫിനിഷ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഒന്ന് പാടിയോ മോനെ? വില ഇതെന്താ ഫിനിഷ് ചെയ്യാത്തന്നാ ഞാൻ ചോദിച്ചത്. അങ്ങോട്ട് വരണ്ടേ? അവിടെ കൊണ്ടിട്ട് അതിന്റെ ആ കോമ്പസിഷൻ ബ്യൂട്ടി പോയി. ഇതിപ്പോ ഉഗ്രായിട്ട് പാടി. താങ്ക് യു സർ. അസാധ്യമായിട്ട് പാടി. അതേ ഉള്ളൂ അന കേട്ടോ. പിന്നെ എന്തോ ഒക്കെ നല്ല കാര്യങ്ങൾ എന്തോ ഒക്കെ നടന്നതായിട്ട് ഞാനിങ്ങനെ പത്രത്തിൽ വായിച്ചു. ഞാൻ തുറന്നു നോക്കിയപ്പോ ഒരു ന്യൂസ് കണ്ടു. അത് അതിനെ പറ്റി ആയിരുന്നു. പറയാമോ? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അത് എനിക്കൊരു സിനിമയിൽ പാടാനുള്ള അവസരം കിട്ടി. ഏതാ? മധുരമീ ജീവിതം എന്ന് പറയുന്ന സിനിമയിലെയാണ്. അനന്തരാമൻ സാറിന് നമ്പർ കൊടുത്ത പാച്ചിച്ചേട്ടന. അപ്പൊ നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാടാ താളത്തിന്റെ കാര്യത്തിലും. ഓക്കെ, നമ്മളെ മ്യൂസിക് ആരാ? മ്യൂസിക് അനന്തരാമൻ സാർ. അപ്പൊ എന്തൊക്കെയാലും ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു പാട്ട് അടിപൊളിയായിട്ട് സൂപ്പർ ഹിറ്റ് ആവട്ടെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. മോളെ പടത്തിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞേര്. മധുരമീ ജീവിതം. മധുരമീ ജീവിതം. ആ മധുരമാവട്ടെ ജീവിതം. അതെ, അപ്പം മധുരമീ ജീവിതത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും താങ്ക് യു ആദ്യം തന്നെ. ആൻഡ്
നമ്മുടെ All the ചക്കരെ best. കൊണ്ട് പാടിച്ചത്. അതെ. അല്ല പാച്ചേട്ടാ, നമ്മുടെ ഇവിടുത്തെ റീൽസ് എന്തെങ്കിലും കണ്ടിട്ടാണോ അവളുടെ വോയിസ്? സാർ ഈ പാട്ട് ഹനയിലേക്ക് തന്നെ എത്തിച്ചേർന്ന ഒരു പാട്ടാണ്. ആക്ച്വലി അത് അനന്തു അതിന്റെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച്, നമ്മൾ അന്ന് അമ്മയുടെ ബർത്ത്ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പിറ്റേന്നെനിക്ക് ഞങ്ങൾ ഒരുമിച്ചൊരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് കാറിൽ വന്നപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ പഴയ നമ്മുടെ പിള്ളേരുടെ പാട്ടുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാറിലിട്ട് വരുമായിരുന്നു. അപ്പോൾ അതിൽ ധ്രുവയുടെ പാട്ട്, എല്ലാവരുടെ പാട്ടും അവർക്ക് ആളിന് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് അതിൻ്റെയൊക്കെ ഓരോ വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാവരുടെയും വീഡിയോ അയച്ചു കൊടുത്തു. അപ്പോൾ അത് കേട്ടിട്ട് പുള്ളി അതിൻ്റെ പ്രൊഡ്യൂസറിനെ അയച്ചു കൊടുത്തു. അപ്പോൾ പ്രൊഡ്യൂസർ ഇങ്ങോട്ട് പറഞ്ഞതാണ് ഹനയുടെ പേര്. വെരി നൈസ്. അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഷോയിലൂടെ നിങ്ങളുടെ പാട്ട് എത്രയേറെ ആൾക്കാരിലേക്ക് അത് എത്തുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ കാര്യം. അരെ വാ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ഷെഡ്യൂൾ 2 ഷെഡ്യൂൾ അങ്ങനെ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ അറിഞ്ഞു നിങ്ങളെല്ലാവരെയും. അതെ, യെസ്. അപ്പോൾ ഹനയുടെ നമ്പർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ അമൃതയിൽ കോൺടാക്ട് ചെയ്തു. അങ്ങനെ എനിക്ക് കിട്ടി, ഞാൻ കൊടുത്തു. പിന്നെ ഉള്ള കാര്യം, അതിൽ പാടാനെല്ലാം ഓക്കെ ആയെന്നുള്ള കാര്യം ഹന ഇവിടെ വന്നതിന് ശേഷം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. വെരി ഗുഡ്. സൂപ്പർ. അപ്പൊ പാച്ചുവിന് ഞങ്ങളുടെ എല്ലാം ഭാഗം സ്നേഹം. അതെ. പാച്ചുവിന് ഒരു ലോഡ് സ്നേഹം. 1000 മധുരം. അപ്പോ ഇന്ന് ഹന, നാളെ നിങ്ങൾ ഓരോരുത്തരും. ഓക്കെ, ശ്ശോ, പേടിയാവുന്നത് കേട്ടിട്ട്. എല്ലാരും ഇന്ന് പാടട്ടെ ഞാൻ, നാളെ നീ. എല്ലാരും മിസ്റ്റർ ഹന പാച്ചിന്റെ പാടി നാളെ. വീടിന്റെ സൈഡിലുണ്ടാവും. അതെ, പാച്ചു ചേട്ടാ എന്റെ പേര്. പാച്ചു ചേട്ടൻ ഇനി വീട്ടിലിരിക്കൂല. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ ചേച്ചി. ഓക്കെ, ഷാനിക്ക. മോള് നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. പിന്നെ ഓഫ് കോഴ്സ് ഈ അകാരം അല്ലെങ്കിൽ അതുപോലത്തെ ആ ഒരു ഡിക്ഷൻ്റെ മുകളിലൊക്കെ മോള് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം തുടക്കത്തിൽ പാടിയ ഒരു ഹന അല്ല ഇപ്പം പാടുന്നത്. താങ്ക് യു സർ. നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ഈവൻ കോൺഫിഡൻസ് ലെവലിൽ പോലും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. നല്ല ചിരിച്ച് പാടുന്നുണ്ട്. ഇപ്പം കുറെ കൂടെ കോൺഫിഡൻ്റ് ആണ് ഹന അവിടെ നിന്നിട്ട് പാടുമ്പോൾ. പിന്നെ ഇത് തന്നെ, ഞാനും ഈ അനുപല്ലവി ബിഗിനിങ് ആണ്, കാനന ശലഭത്തിൽ, ഇതൊക്കെയാണ് എല്ലാവരും സിമിലർ സംഭവങ്ങളൊക്കെ തന്നെയാണ് എഴുതിയിരിക്കണം. അപ്പോൾ അതിനി പാടിക്കുന്നില്ല. പിന്നെ ഞാൻ പറയുന്നത് ഇതാണ്, ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ഹനക്ക് കൂടിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഫീലിംഗ് എന്നും നിലനിർത്താൻ നിഷ്കളങ്കത. ഹനയ്ക്ക് സാധിക്കട്ടെ. നിഷ്കളങ്കത, അതന്നെ. താങ്ക് യു. ഞാൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു നിഷ്കളങ്കത ഉടനീളം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടിപൊളിയാടി നീ. താങ്ക് യു. താങ്ക് യു സർ. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അതെ, സർ. യെസ്, സൂപ്പർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സർ. ഹന സർ. 8.6 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. 8.6. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. പറയില്ല. ഇല്ല, പറയണ്ട ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.2.